ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن تتقوا الله يجعل لكم فرقانا ويكفر عنكم سيئاتكم ويغفر لكم والله ذو الفضل العظيم صدق الله العظيم. സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചങ്ങളെല്ലാം സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിതത്തിൽ തഖ്വ പാലിക്കുവാൻ, യഥാർത്ഥ മുത്തഖികളായി തീരുവാൻ, ജീവിത നിലപാടുകൾ സ്വീകരിക്കുവാൻ ആദ്യമേ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹപര ജീവിത വിജയം തഖ്വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖികളായ അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആധുനിക കാലത്ത് മനുഷ്യ ജീവിതം വളരെ ആസൂത്രിതമായാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആസൂത്രണം, ദീർഘവീക്ഷണം, പ്രായോഗിക നിലപാട് തുടങ്ങിയ വാക്കുകൾ നാം ജീവിതത്തിൽ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത് കാണാം. ഇന്ന് പല തരത്തിലുള്ള പ്രായോഗികതയും പഠിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് പഠനരംഗത്ത് ഭാവിയെക്കുറിച്ച് അവർ തീരുമാനങ്ങളിൽ എത്തുവാനായി മോട്ടിവേഷൻ ക്ലാസുകൾ നടക്കുന്നു. ബിസിനസ് സംരംഭങ്ങളിലും മറ്റ് മേഖലകളിലുമൊക്കെ പല വിദഗ്ധന്മാരും ക്ലാസുകളും പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആസൂത്രണത്തെക്കുറിച്ച്, മികച്ച സംഘാടന രീതികളെക്കുറിച്ച്, ദീർഘവീക്ഷണത്തോടുകൂടി പ്രായോഗികമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് ഒക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണിത്. കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രൊഫഷണൽ ടച്ച് വേണം എന്ന് പൊതുവെ നമ്മളെല്ലാം പറയും. അത് ഏത് കാര്യമായാലും അങ്ങനെ തന്നെ ആവണം. അതുകൊണ്ട് തന്നെ
ആധുനിക കാലത്ത് നാം എല്ലാറ്റിനെ കുറിച്ചും കൃത്യമായ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ജോലിയെ സംബന്ധിച്ച് ഓരോ ആൾക്കും അയാളുടേതായ വീക്ഷണങ്ങളും നിലപാടുകളും ഉണ്ടായിരിക്കും. തന്റെ വീട് എങ്ങനെയാവണം, തന്റെ വാഹനം എങ്ങനെയുള്ളതാവണം എന്നു തുടങ്ങിയിട്ട് ഭക്ഷണത്തെക്കുറിച്ചും വസ്ത്രത്തെക്കുറിച്ചും മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും എല്ലാം വളരെ ആസൂത്രിതമായ കൃത്യമായ കാഴ്ചപ്പാടുകളോടുകൂടി മുന്നോട്ട് പോകുന്ന കാലമാണ് നമ്മുടേത്. വീടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന്റെ പ്ലാനിങ്, അതിന്റെ സ്ട്രക്ചർ മുതൽ എന്റെ വീടിന്റെ അകത്ത് അടുക്കളയിൽ അതല്ലെങ്കിൽ ടോയ്ലറ്റിൽ ഉപയോഗിക്കേണ്ട ടൈൽസിന്റെ കളറും ഡിസൈനും വരെ എന്റെ മനസ്സിലുണ്ടാവും. അത്രമാത്രം പ്ലാനാണ്, ആസൂത്രിതമാണ് നമ്മുടെ ജീവിതശൈലി. ഭക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ വീട്ടിലെ ഓരോ അംഗത്തിനും അയാളുടേതായ ടേസ്റ്റ് ഉണ്ട്. ചെറിയ മക്കൾ മുതൽ എല്ലാവർക്കും അവരവരുടേതായ അഭിരുചികൾ വളരെ കൃത്യമാണ്. വസ്ത്രത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എത്ര സമയം വേണമെങ്കിലും അല്പനാൾ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്ന് നമുക്ക് കാണാം. തികച്ചും നൈമിഷികമായ അല്ലെങ്കിൽ നശ്വരമായ ഏത് നിമിഷവും ഇല്ലാതെയാകാവുന്ന ജീവിതമാണ് ഇഹലോക ജീവിതം. കൃത്യമായി നമുക്കെല്ലാം ആ ബോധമുണ്ട്. നിരന്തരം നമുക്കിടയിൽ മരണം സംഭവിക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും തികച്ചും താൽക്കാലികമായ ഈ ജീവിതത്തിന് വേണ്ടി നാം ഒരുക്കുന്ന സംവിധാനങ്ങൾ ഒരുപാട് കാലത്തെ ആയുസ്സുള്ളതാണ്. നമ്മെക്കാളും 2 or 3 ഇരട്ടി ആയുസ് കാലം ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് നാം സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ഈ ആസൂത്രണ പാഠവത്തെക്കുറിച്ച് നമുക്ക് തന്നെ നല്ല മതിപ്പുണ്ട്. ഞാൻ ആ സമയത്ത് ആ ജോലി സ്വീകരിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥയിൽ എത്താൻ കഴിഞ്ഞത് എന്ന് നമ്മൾ പറയും. എന്റെ കുട്ടി അന്ന് ആ കോഴ്സിന് ചേർന്നത് കൊണ്ടാണ് ഇന്ന് അവന് ഇന്ന് ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത്, ഇന്ന് തലത്തിൽ എത്താൻ കഴിഞ്ഞത് എന്ന് നമ്മൾ പറയും. കൃത്യസമയത്ത് ആ ഷോപ്പ് വാങ്ങിച്ചത് കൊണ്ടാണ് എന്റെ ബിസിനസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തത്. അന്ന് ആ 10 സെന്റ് വാങ്ങിച്ചത് കൊണ്ട് ഇന്ന് എനിക്ക് നല്ലൊരു വീട് പണിയാൻ കഴിഞ്ഞു. ഇങ്ങനെ ആസൂത്രണ മികവിനെ കുറിച്ച് നമ്മളെല്ലാവരും ബോധവാന്മാരാണ് എന്ന് മാത്രമല്ല, അതിൽ ഏറെ സന്തോഷിക്കുന്നവരും സംതൃപ്തി അടയുന്നവരുമാണ് നാം. അത്രമാത്രം മികച്ചതാണ് നമ്മുടെ നിലപാടുകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ ദീർഘവീക്ഷണവും ബുദ്ധിശക്തിയും സാമർഥ്യവും വിവേചന ബോധവും ഒക്കെ ഇങ്ങനെ കേവലം ഭൗതികമായ ചില വിഭവങ്ങൾ ഒരുക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണോ എന്ന് നാം ആലോചിക്കണം. ആണോ? നാം ഏറെ സാമർഥ്യം കാണിക്കുന്നുണ്ട് ആ കാര്യങ്ങളിൽ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഴിവുകൾ, ഈ സാമർഥ്യങ്ങൾ നമുക്ക് നൽകിയത് താൽക്കാലികമായ ഈ ജീവിതത്തിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കുമോ? നാം സെലക്റ്റീവ് ആകേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ മാത്രമാണോ? എന്റെ വസ്ത്രം ഏത് ബ്രാൻഡാവണം? ഞാൻ വളരെ സെലക്റ്റീവാണ്. നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും. ഇങ്ങനെ ഓരോ കാര്യത്തിലും ഞാൻ വളരെ സെലക്റ്റീവാണ്. ഏത് കാര്യത്തിലും എന്റേതായ കൃത്യമായ വീക്ഷണവും അഭിപ്രായങ്ങളും എനിക്കുണ്ട്. അതനുസരിച്ച് മാത്രമേ ഞാൻ മുന്നോട്ട് പോകൂ. അതേസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പിൽ ഒരുപക്ഷെ ഒരു തുണിക്കച്ചവടക്കാരൻ നമുക്ക് മുമ്പിൽ പലതരം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ വലിച്ചിടുമ്പോൾ അതിൽ ഒന്ന് സെലക്ട് ചെയ്യാൻ നമുക്ക് കഴിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നീ ഏതാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നാം നമ്മുടെ ആത്യന്തിക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, പരലോകത്തിന് വേണ്ടിയിട്ട് സെലക്റ്റീവ് ആയിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. പടച്ച തമ്പുരാൻ വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ ചിലത് കാണിച്ചു തരുന്നുണ്ട്, പ്രദർശിപ്പിക്കുന്നുണ്ട്.
ഏതാണ് നിനക്ക് വേണ്ടത്, ഏതാണ് വേണ്ടാത്തത്. ولا تستوي لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون. നമ്മൾ ബോധപൂർവം സെലക്ട് ചെയ്യേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യം, ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന. സ്വർഗ്ഗക്കാരും നരകക്കാരും ഒരുപോലെയല്ല, രണ്ടും തുല്യമല്ല. അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ. നിശ്ചയം സ്വർഗ്ഗക്കാരാണ് വിജയം വരിക്കുന്നവർ. ഇത് അല്ലാഹു തആല നമ്മുടെ മുമ്പിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടു തരുന്ന രണ്ട് മാർഗങ്ങളാണ്. ഇതിൽ ഏതാണ് നാം തീരുമാനിക്കുന്നത്, ഏതാണ് സെലക്ട് ചെയ്യുന്നത്? വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊലാ. പരലോകമാണ് ഇഹലോകത്തേക്കാൾ നിനക്ക് ഉത്തമം. ഈ ശൈലിയിൽ ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. നമ്മുടെ പരലോക മോക്ഷത്തിന് വേണ്ടിയിട്ട് ഏത് തെരഞ്ഞെടുക്കണം എന്നാണ് ആയത്തുകളൊക്കെ പറഞ്ഞു തരുന്നത്. വമൻ സുഖ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. വിജയം വരിക്കുന്നവരാണ് നരകത്തിന്റെ വക്കിൽ നിന്ന് രക്ഷപ്രാപിക്കുകയും അകറ്റി നിർത്തപ്പെടുകയും അങ്ങനെ സ്വർഗത്തിന്റെ വഴിയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നവൻ. അവിടെ തീർച്ചയായും നാം ഒരു വഴി തിരഞ്ഞെടുക്കേണ്ടി വരും. ഇത്തരത്തിൽ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രയോഗങ്ങൾ, ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് കാണാം. ദുനിയാവാണോ പരലോകമാണോ, ഏതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് തിരഞ്ഞെടുക്കൽ ഏറ്റവും പ്രധാനമാണ്. അത് തിരഞ്ഞെടുക്കാൻ എന്ന മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മാർഗമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് തഖ്വാബോധമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ യജഅൽ ലക്കും ഫുർഖാന, അവൻ നിങ്ങൾക്ക് ഒരു ഫുർഖാൻ നൽകും. യജഅൽ ലക്കും ഫുർഖാന. എന്താ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ ഏറ്റവും ലളിതമായ ഒരു പദം ഉരകല്ല് എന്നതാണ്. ഉരകല്ല്. നാം സ്വർണം വിൽക്കാൻ വേണ്ടിയിട്ട് കടയിലോട്ട് ചെന്നാൽ അവർ നമ്മുടെ സ്വർണം ഒരു കല്ലിൽ ഉരച്ചു നോക്കും. അതിനെത്ര മാറ്റുണ്ട്, എത്ര കാരറ്റ് ഉണ്ട് എന്ന് അവർ ഉരച്ചു നോക്കിയിട്ട് തീരുമാനിക്കും. ഉരകല്ല്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നിടത്തും ഒന്ന് ഉരച്ചു നോക്കണം. ഇത് എന്റെ സ്വർഗത്തിന് ഗുണകരമാണോ, അത് എന്റെ സ്വർഗം നഷ്ടപ്പെടുത്തുമോ? ഈ തീരുമാനമാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിന് മനസാക്ഷി എന്ന് വിളിക്കാം, ഈമാനിക ബോധമെന്നോ തഖ്വാ ബോധമെന്നോ നമുക്ക് അതിനെ വിളിക്കാൻ കഴിയും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ മുൻനിർത്തിയിട്ട് തീരുമാനമെടുക്കാൻ പറയുന്ന ഒരുപാട് സന്ദർഭങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. വലാ തസ്തവിൽ ഹസനത്തു വലൽ സയ്യിഅ. നന്മയും തിന്മയും തുല്യമല്ല. ഇത് പറയുമ്പോൾ നാം ഏത് തിരഞ്ഞെടുക്കണം എന്നതിന് അല്ലാഹു നമുക്ക് അവസരം നൽകാൻ. നന്മ വേണമോ തിന്മ വേണമോ എന്നൊരു തിരഞ്ഞെടുപ്പ് നടക്കണം. അവിടെ പലപ്പോഴും നാം പാളിപ്പോകുന്നത്, നാം പരാജയപ്പെട്ടു പോകുന്നത്, തെരഞ്ഞെടുപ്പ് നേടത്ത് നമുക്ക് ചില സങ്കല്പങ്ങളുണ്ട്. എല്ലാവരും ഏതാണ് തിരഞ്ഞെടുക്കുന്നത്, അത് തന്നെ മതി എനിക്കും. അങ്ങനെയാണ്. ഞാൻ ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല. ആളുകൾ കൂടുതൽ ഏത് സെലക്ട് ചെയ്യുന്നോ അത് തന്നെയാണ് എനിക്കും ഇഷ്ടം. അങ്ങനെ ആൾക്കൂട്ടത്തിന്റെ ഭാഗമാകാനാണ് എനിക്കും ഇഷ്ടം എന്നായിരിക്കും നമ്മുടെ മനസ്സ് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു, ലാ യസ്തവിൽ ഖബീസു വലൽ ത്വയ്യിബ്. നന്മയും തിന്മയും നല്ലതും മ്ലേച്ഛതയും ഒരിക്കലും തുല്യമാവുകയില്ല. സെയിൽസ്മാൻ നമ്മെ വസ്തുക്കൾ, ചരക്കുകൾ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്, വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ വിദഗ്ധമായിട്ട് അയാളുടെ നാവ് ഉപയോഗിക്കുന്നത് കാണാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിദഗ്ധമായി തന്നെ നമ്മെ ചിന്തിപ്പിക്കുവാൻ വേണ്ടി, നമ്മുടെ പരലോകം നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് വളരെ ബോധപൂർവം ചില വാക്കുകൾ പറയാൻ. വലാ യസ്തവിൽ ഖബീസു വലൽ ത്വയ്യിബ്. നല്ലതും ചീത്തയും ഒരിക്കലും തുല്യമാവുകയില്ല. വലൗ അഅജബക കസറത്തുൽ ഖബീസ്. തിന്മയുടെ ആധിക്യം, മ്ലേച്ഛമായ അനിസ്ലാമികമായ വസ്തുക്കളുടെ അല്ലെങ്കിൽ നിലപാടുകളുടെ ആധിക്യം ഒരുപക്ഷെ നിന്നെ അത്ഭുതപ്പെടുത്തിയേക്കും. കല്യാണം കണ്ടില്ലേ, എന്തൊരു കല്യാണമാണ്, അതുകൊണ്ട് ഇങ്ങനെ തന്നെയായിരിക്കണം എന്റെ വീട്ടിലേതും. കച്ചവടം അല്ലെങ്കിൽ ജീവിതത്തിലെ വ്യത്യസ്ത
ആളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ വിഭവങ്ങളും കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാനുമാകേണ്ടത് എന്ന് നമുക്ക് തോന്നും. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്, വലൗ അഅജബക കസറത്തുൽ ഖബീർ, തിന്മയുടെ ധാരാളിത്തം നിന്നെ അത്ഭുതപ്പെടുത്തിയേക്കാം. എല്ലാവരും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനും ജനകീയനാവണം എന്ന് നിന്റെ മനസ്സ് നിന്നോട് പറയും, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകും. ഇയാൾ അപരിഷ്കൃതനാണ്, ഇയാൾ ഒട്ടും പ്രാക്ടിക്കൽ അല്ല. കണ്ടില്ലേ, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യോ? ഇങ്ങനെ നമ്മുടെ മനസ്സ് നമ്മോട് പറയും. വലവും ആഴ്ചപ്പൊക്കെ കസറത്തുൽ ഖബീർ, ഒരിക്കലും ഭൂരിപക്ഷമല്ല ഇസ്ലാമിലെ നിലപാടുകളുടെ അടിത്തറ. കേവല ജനാധിപത്യത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വമ്പിച്ച ഭൂരിപക്ഷം വിജയിപ്പിക്കണം. ആരെയാൽ കുഴപ്പമില്ല, ഭൂരിപക്ഷത്തോടൊപ്പം നിൽക്കുക എന്നതാണ് പൊതുവെ നമ്മുടെ പൊതുസമൂഹത്തിന്റെ മനസ്സ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത് അങ്ങനെയല്ല. ഹബീസ് തന്നെയാണ്, ആളുകൾ പിന്തുണച്ചാലും ഇല്ലെങ്കിലും. അതേ സമയത്ത് നന്മ തന്നെയാണ്. ത്വയ്യിബാണ്, ഹബീസാണ്. ഈ തിരിച്ചറിവിൽ നിന്നാണ് നാം ഏത് വേണം എന്ന തീരുമാനമെടുക്കേണ്ടത് എന്നത് വളരെ പ്രധാനമാണ്. ഖുർആൻ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ താരതമ്യം ചെയ്തുകൊണ്ട് തീരുമാനത്തിലെത്താൻ വേണ്ടി അവതരിപ്പിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ കാണാം. പറയൂ, വിവരമുള്ളവനും വിവരമില്ലാത്തവനും സമമാകുമോ എന്ന് അവരോട് ചോദിച്ചു നോക്കൂ. വിവരമുള്ളവൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ തിരിച്ചറിഞ്ഞ പരലോക ബോധമുള്ള ആൾ, അയാളും അതില്ലാത്തവന് സമമാകുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് നീ യഥാർത്ഥ അറിവിന്റെ വക്തമായി മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നർത്ഥം. കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്തവനും തുല്യമാകുമോ? ഇങ്ങനെ ഖുർആൻ നിരന്തരം ചോദിക്കുന്നത് ഒന്ന് തെരഞ്ഞെടുക്കാൻ വേണ്ടിയാണ്. ആ തെരഞ്ഞെടുപ്പ് തീർച്ചയായും നമ്മുടെ ഇഹപര ജീവിതത്തിന് ഗുണകരമായിരിക്കണം. ചരിത്രത്തിൽ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രംഗത്ത് വന്നപ്പോൾ, അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധനം ആരംഭിച്ചപ്പോൾ മക്ക മുശ്രിക്കുകൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ചിലത് വെച്ച് നീട്ടിയില്ലേ? സുന്ദരിയായ പെണ്ണിനെ തരാം, അല്ലെങ്കിൽ മലയോളം പൊന്ന് തരാം, അതുമല്ലെങ്കിൽ ഈ നാടിന്റെ അധികാരം തരാം, ഇങ്ങനെ പലതും വെച്ച് നീട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒന്ന് തെരഞ്ഞെടുക്കേണ്ടിയിരുന്നു. ഈ മൂന്നിൽ ഒന്നല്ല, മറിച്ച് ഇതൊന്നുമല്ലാത്ത മറ്റൊന്നു കൂടിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഹിദായത്തും അവൻ നൽകിയ പ്രവാചകത്വവും ആ മാർഗത്തിലെ ത്യാഗവുമാണ് മറുവശത്തുള്ളത്. ഏതു വേണം? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, ഒരു കയ്യിൽ സൂര്യനും മറുകൈയിൽ ചന്ദ്രനും തന്നാൽ പോലും ഞാൻ ഈ മാർഗത്തിൽ നിന്ന് പിന്തിരിയുകയില്ല. അതൊരു സെലക്ഷനാണ്, അത് കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പാണ്. നാം തിരിച്ചറിയേണ്ടതാണ്. എല്ലാറ്റിനും അപ്പുറം ഞാൻ എന്റെ പരലോകത്തിന് വേണ്ടി, എന്റെ റബ്ബിന് വേണ്ടി, എന്റെ സ്വർഗത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്ന ആത്യന്തികമായ ഒരു തെരഞ്ഞെടുപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് തികച്ചും നിർണായകമാണ്. ഇതിനപ്പുറം മറ്റൊന്നുമില്ല. ആ തെരഞ്ഞെടുപ്പിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് നിരാശനായിട്ടുണ്ടാവും. അത്രത്തോളം വേണ്ടായിരുന്നു. അങ്ങനെ ആവേശം കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടില്ലേ പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. തന്റെ തെരഞ്ഞെടുപ്പ് തീർച്ചയായും സ്വർഗത്തിന് വേണ്ടിയുള്ള വിജയത്തിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതാണ് പിന്നീട് പുലർന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ ഈ ദീനിന്റെ വിജയവും പുലർന്നല്ലോ. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന് പഠിച്ച തമ്പുരാൻ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ തെരഞ്ഞെടുക്കേണ്ട സാഹചര്യങ്ങൾ ചരിത്രത്തില് ഒരുപാട് ഘട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അവര് റസൂലുള്ളാഹിയോട് പറഞ്ഞില്ലേ, റസൂലേ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഭൗതിക സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ വേണം എന്ന് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇൻ കുൻതുന്ന തുരീദിനൽ ഹയാത്ത ദുനിയ, നിങ്ങൾ ആഗ്രഹിക്കുന്നത്
ഭൗതിക ജീവിതമാണോ? ദീനത്തഹ അതിലെ അലങ്കാരങ്ങളും താൽക്കാലിക ആസ്വാദനങ്ങളുമാണോ? എങ്കിൽ വരും ഉമത്തിഅക്കുന്ന ഞാൻ നിങ്ങളെ ആസ്വദിപ്പിക്കാം, എന്നാൽ അതോടുകൂടി നമുക്ക് പിരിയേണ്ടി വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ദാമ്പത്യ ബന്ധം അതോടുകൂടി അവസാനിക്കും. ഒന്നുകിൽ പ്രവാചക പത്നിമാരായിട്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീനായിട്ട് ചരിത്രത്തിൽ നിങ്ങൾക്ക് ഇടം നേടാം. ഇനി അതല്ല, സാധാരണ നാടൻ പെണ്ണുങ്ങൾ പറയും പോലെ കേവലം ഭൗതികമായ ആഗ്രഹങ്ങളാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് അത് തരാം. പക്ഷെ അതോടുകൂടി നമ്മൾ രണ്ട് വഴിക്ക് പോകും. നിങ്ങൾ ദുനിയാവിന്റെ ഭൗതികമായ ആസ്വാദനങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാം, പക്ഷെ നിങ്ങൾക്ക് സ്വർഗം നഷ്ടപ്പെടാം. അവരുടനെ ഒരു തീരുമാനത്തിലെത്തി, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ അതൊന്നുമല്ല ആഗ്രഹിച്ചത്. പട്ടിണിയും കഷ്ടപ്പാടുകളും വന്നപ്പോ കുറച്ചുകൂടി സൗകര്യങ്ങളാകാമായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോയതാണ്. തീർച്ചയായും ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അല്ലാഹുവെയും അവന്റെ റസൂലിനെയും സ്വർഗത്തെയും തന്നെയാണ് എന്ന് അവിടെ പ്രവാചക പത്നിമാർ പറയുന്നത്, പ്രഖ്യാപിക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റുന്നു. ഇങ്ങനെ തിരഞ്ഞെടുക്കേണ്ട സന്ദർഭങ്ങളിൽ വളരെ ഗൗരവതരമാണ്. ഇത് ചരിത്രത്തിലൂടെ ഇങ്ങനെ കടന്നുപോയി കുറെ സംഭവങ്ങൾ അറിയുന്നതിൽ മാത്രം പരിമിതമാകരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും തിരഞ്ഞെടുക്കേണ്ട ഘട്ടങ്ങളിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കാനുള്ളത്? അതാണ് ആലോചിച്ചു നോക്കേണ്ടത്. നമുക്ക് ഈ ഫുർഖാൻ ഉരക്കല്ല് നമ്മുടെ കൂടെ ഉണ്ടാകാറുണ്ടോ, അതല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാറുണ്ടോ എന്നുള്ളതാണ്. മദ്യം നിരോധിച്ചിരിക്കുന്നു. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ ഇനിയും വിരമിക്കുന്നില്ലേ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. ഈ ചോദ്യം കേട്ടപ്പോ മദീന തെരുവീതിയിൽ മദ്യം ഒഴുകി എന്നത് ചരിത്രമാണ്. കൂട്ടത്തിൽ ഒരു അബക്കാരി കോൺട്രാക്ടർ ഉണ്ടായിരുന്നു, അബൂ തൽഹ. വിശ്വാസിയാണ്, മദ്യവിൽപ്പനയായിരുന്നു അദ്ദേഹത്തിന്റെ തൊഴില്. ഒരുപാട് മദ്യഷാപ്പുകളുള്ള അബക്കാരിയാണ്. എന്തായിരുന്നു അബൂ തൽഹയുടെ തീരുമാനം? വേറെ ആൾക്ക് നടത്തിപ്പിന് കൊടുത്താലോ? അങ്ങനെയൊക്കെയല്ലേ ഇപ്പൊ നമ്മൾ ആലോചിക്കാം. ഒരു ഹോട്ടലിന് 5 സ്റ്റാർ പദവി, സ്റ്റാർ പദവി ലഭിക്കണമെങ്കിൽ അവിടെ മദ്യം കൂടി വിളമ്പണം. അപ്പൊ പിന്നെ അത് നടത്തിപ്പുകാർക്ക് കൊടുത്തേക്കാം. ഞാനായിട്ട് നടത്തുന്നില്ലല്ലോ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു അങ്ങനെ അല്ല ആലോചിച്ചത്. മറിച്ച് ഉടനെ തന്റെ കള്ള് ഷാപ്പിലെ തൊഴിലാളികളോട് വീപ്പകൾ തല്ലി പൊളിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ചെയ്തത്. സകലവും അതോടുകൂടി ക്ലോസിംഗ് ആണ്. ഏതും തിരഞ്ഞെടുക്കണം. ഭൗതികമായ നിലനിൽപ്പിന് തീർച്ചയായും തന്റെ ഈ ധനസമ്പാദന മാർഗം ഏറെ പ്രയോജനപ്രദമാണ്. പക്ഷെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഒരു തീരുമാനമെടുത്തു, ഞാൻ ഇതോടുകൂടി അവസാനിപ്പിക്കാൻ, സ്വർഗത്തിന് വേണ്ടിയിട്ട് താൽക്കാലിക ഭൗതിക വിഭവങ്ങളെ അവസാനിപ്പിക്കുന്നു എന്ന് അബൂ തൽഹ റളിയല്ലാഹു അൻഹു അവിടെ തീരുമാനിക്കുന്നത് നമുക്ക് കാണാൻ കഴിയണം. ഇങ്ങനെയായിരുന്നു ആദ്യ തലമുറയുടെ നിലപാടുകൾ എന്ന് നാം പ്രത്യേകിച്ച് തിരിച്ചറിയണം. പലിശയെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപനം നടത്തി, ഫഅ്ദനു ബിഹർബിൻ മിനല്ലാഹി വ റസൂലി, അല്ലാഹുവോടും റസൂലിനോടുമുള്ള യുദ്ധപ്രഖ്യാപനം ഏറ്റുവാങ്ങാൻ അവർ ഒരുങ്ങിക്കൊള്ളട്ടെ. വല്ലാത്തൊരു വാക്കാണത്. അല്ലാഹുവുമായി ഏറ്റുമുട്ടാൻ ഒരുങ്ങിക്കൊള്ളട്ടെ. അതിനപ്പുറം ഒരു വാക്ക് പറയാനില്ല. ആ ഘട്ടത്തിലും അവർ അത് തന്നെ തീരുമാനിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനങ്ങൾ കേട്ടിട്ടില്ലേ? ഹാശിം കുടുംബത്തിന്റെ പലിശ ഇടപാടുകൾ റദ്ദ് ചെയ്തിരിക്കുന്നു. അബ്ബാസ് എന്നവരുടെ പലിശ റദ്ദ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ആ സമൂഹത്തിലെ, ആ കുടുംബങ്ങളിലെ സകല പ്രമാണിമാരുടെയും സകല ഗോത്രങ്ങളുടെയും പലിശ ഇടപാടുകൾ അവസാനിപ്പിക്കുകയായിരുന്നു അതോടുകൂടി. പക്ഷേ നമ്മിൽ പലരും ചോദിക്കാണ്, ആ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കട്ടെ, ബാങ്കുകാരൻ ചോദിക്കുന്നുണ്ട്, കൊടുത്താലോ എന്ന് ചോദിക്കുകയാണ്. നമുക്ക് ഫുർഖാൻ നഷ്ടപ്പെടുകയാണ്, ഉരക്കല്ല് നഷ്ടപ്പെടുക. ഞാൻ ഏതൊരു ദീനിന്റെ വക്താവാണ്, എന്റെ ആത്യന്തിക ലക്ഷ്യം ഏതാണ് എന്ന തിരിച്ചറിവ് നഷ്ടപ്പെടുകയും അങ്ങനെ നാം ആൾക്കൂട്ടത്തിന്റെ പിന്നാലെ പോകാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നു. അത്തരമൊരു ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. ആ കെട്ടിടം ഞാൻ ബാങ്കിന് വാടകയ്ക്ക് കൊടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. ഉരകല്ല് നഷ്ടപ്പെടുകയാണ്. നമുക്ക് നമ്മുടെ തിരിച്ചറിവ് നഷ്ടപ്പെടുകയാണ്. നമ്മുടെ ആദ്യ തലമുറ വളരെ സെലക്റ്റീവായിരുന്നു. നമ്മളിൽ നിന്ന് കുപ്പായങ്ങൾ തിരഞ്ഞെടുക്കുന്ന പോലെ അല്ല. അതിനും അപ്പുറത്ത് സ്വർഗത്തിന് വേണ്ടിയിട്ട് എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് കൃത്യമായ തീരുമാനത്തിലെത്താനുള്ള
ശേഷി അവർ ആർജിച്ചിരുന്നു. അതാണ് ഫുർഖാൻ എന്ന വാക്ക്. ഖുർആൻ ഫുർഖാനാണ് എന്ന് ഖുർആൻ പറയുന്നത്. ഖുർആനിന്റെ പര്യായ പദമായിട്ട് ഖുർആൻ ഫുർഖാൻ എന്ന വാക്ക് ഉപയോഗിച്ചു. എവിടെയെങ്കിലും നമുക്ക് തീരുമാനമെടുക്കുവാൻ, കൃത്യമായ നിലപാടിൽ എത്തിച്ചേരുവാൻ സാധ്യമാകാതെ വരുന്നെങ്കിൽ ഒന്ന് ഖുർആൻ മറിച്ചു നോക്കൂ. രണ്ടും വേർതിരിഞ്ഞ് നിൽക്കുന്നത് കാണാം. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും തുല്യമാവുകയില്ല എന്ന് നിരന്തരം പറയുന്നു. ഇത് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അവരുടെ നിലപാടാണ് പറയുന്നത്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ എന്ന മഹതിയെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. ആദ്യകാല വിശ്വാസിനിയാണ്. ഇസ്ലാമിന്റെ ബദ്ധവൈരിയായ അബൂ സുഫിയാന്റെ പുത്രിയാണ്. എല്ലാം വിട്ടതിനും ഇസ്ലാമിനെ തെരഞ്ഞെടുത്തവരാണ്. അങ്ങനെ അവരും അവരുടെ പ്രിയ ഭർത്താവ് അബൂ ഉബൈദുള്ളയും ആദ്യ സംഘത്തോടൊപ്പം അബസീനിയയിലേക്ക് ഹിജ്റ പോയി. അബസീനിയയിൽ എത്തിയതിനു ശേഷം ഭർത്താവിന്റെ മനംമാറ്റം ഉണ്ടായി. അയാൾ മദ്യപാനിയായി. അയാൾ പിന്നീട് മദ്യം കുടിക്കാൻ നല്ലത് ക്രൈസ്തവതയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോടൊപ്പം ചേർന്നു. മതം തന്നെ വിട്ടെറിഞ്ഞു പോയി കളഞ്ഞു. മുസ്ലിമായിട്ട് മക്കയിൽ നിന്ന് അബസീനിയയിലേക്ക് പോയ വിശ്വാസി അവിടെ എത്തിയപ്പോൾ മദ്യപാനിയായി സംസ്കാരം തന്നെ മാറ്റി. ഉമ്മു ഹബീബക്ക് ഒരു തീരുമാനം എടുത്തേ പറ്റും. എന്ത് തീരുമാനിക്കണം? അയാളുടെ കൂടെ പൊറുക്കണമോ? ഒന്നില്ലാത്ത തീരുമാനിക്കാം. മദ്യപാനിയായ തന്റെ ആദർശത്തെ വിട്ടെറിഞ്ഞ അയാളുടെ കൂടെ വേണമെങ്കിൽ കഴിയാം. അതാണ് ഒരു ഓപ്ഷൻ. അതല്ലെങ്കിൽ രണ്ടാമത്തേത് എല്ലാം വിട്ടെറിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചു വരാം. വാപ്പ കാത്തിരിക്കുന്നുണ്ട്. വാപ്പയോടൊപ്പം കഴിയാം. തീർച്ചയായും വാപ്പ തിരിച്ചെടുക്കും. ഇസ്ലാം വിട്ടു വന്നാലും വാപ്പാക്ക് സന്തോഷമാകും. ഇനിയും ഒരു മാർഗമുള്ളത് തന്റെ പാരമ്പര്യ മതത്തിലേക്ക് തിരിച്ചു പോകാം. മറ്റൊരു ഓപ്ഷനാണ്. പക്ഷേ ഉമ്മു ഹബീബ തിരഞ്ഞെടുത്തത് അള്ളാഹുവെ ആയിരുന്നു. എനിക്ക് അള്ളാഹു മതി. ഞാൻ ഭൗതിക താല്പര്യത്തിന് വേണ്ടി അല്ല ഈ ദീനിനോടൊപ്പം നിന്നത്. ഇദ്ദേഹം കൂടെ ഉണ്ടെങ്കിൽ കൂടെയുണ്ട്, അല്ലെങ്കിൽ ഇല്ലാതെ ഞാൻ മുന്നോട്ട് പോകും എന്ന് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ തീരുമാനിക്കാൻ. ആ തീരുമാനം, ആ തെരഞ്ഞെടുപ്പ് വളരെ പ്രസക്തമായി. പിന്നീട് എന്തുണ്ടായത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠനായ ഇണയെ അവർക്ക് ഭർത്താവായിട്ട് കൊടുത്തില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി പദമാണ് അതിന്റെ പകരമായി ദുനിയാവിൽ വെച്ച് അല്ലാഹു അവർക്ക് വെച്ച് നീട്ടിയത്. ഇതാണ് സെലക്റ്റീവ് ആവുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ആലോചിക്കണം. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്ത് വേണം, എന്ത് വേണ്ട. നാം ഏത് പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്? ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഭാഗമാണോ? അതല്ല കേവല ഭൗതിക പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്? ഭൗതിക പ്രസ്ഥാനത്തോടൊപ്പം സഞ്ചരിച്ചാൽ പലതും കിട്ടിയേക്കും. അധികാരം കിട്ടും, ആൾക്കൂട്ടവും അനുയായികളും ഉണ്ടാകാം, ഒരുപക്ഷെ സാമ്പത്തിക നേട്ടം ഉണ്ടാകാം. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഭാഗമായാലോ ഇതൊന്നും കിട്ടില്ല. ഒരുപക്ഷെ പഴി കേൾക്കേണ്ടി വരും, സംശയിക്കപ്പെടും, തീവ്രവാദി എന്ന് മുദ്ര കുത്തപ്പെടും. ഏത് വേണം? തീരുമാനിക്കേണ്ട സുപ്രധാനമായ ഒരു വിഷയമാണ്. നല്ല നല്ല ജോലി സാധ്യതകൾ പല മേഖലകളിലും പലിശയുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ മറ്റു പലതരത്തിലും ഇന്ന് നമുക്ക് മുമ്പിലുണ്ട്. ഏത് വേണം? യുവാക്കൾ, ഉദ്യോഗാർത്ഥികൾ ആലോചിക്കണം. ഖുർആൻ കൈവശം ഉണ്ടായിരിക്കണം. വളരെ പ്രധാനമാണത്. അത് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതം ആത്യന്തികമായി നഷ്ടത്തിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക നിലപാടുകൾ മുൻനിർത്തി തീരുമാനങ്ങളെടുക്കുവാൻ, ഖുർആൻ ജീവിതത്തിന്റെ വഴിയടയാളമായി കൊണ്ടു നടക്കുവാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم صل على محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കാൻ ഒരിക്കൽ കൂടി നാം ഏവരെയും വസിയത്ത് ചെയ്യുകയാണ്. സൂറത്തുൽ അൻഫാൽ 29-ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും
നിങ്ങൾ അല്ലാഹുവെ ഭയപ്പെട്ടാൽ അവൻ നിങ്ങൾക്ക് ഫുർഖാൻ നൽകും, അവൻ നിങ്ങൾക്ക് തിരിച്ചറിവ് നൽകും, അവൻ നിങ്ങൾക്ക് നന്മ തിന്മകൾ തിരിച്ചറിയാനുള്ള ഉലക്കല്ല് നൽകും. വയുക്കഫിർ അൻകും സയ്യിആതികും, അവൻ നിങ്ങളുടെ തിന്മകൾ മായ്ച്ചു കളയും. വയഗ്ഫിർ ലക്കും, അവൻ നിങ്ങൾക്ക് പുറത്തു തരും. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, അതിന്റെ പേരിൽ അസ്വസ്ഥരാകേണ്ടതില്ല. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അല്ലാഹു മഹത്തായ ഔദാര്യം അനുഗ്രഹം ഉടയവനാണ്. ഈ ആയത്ത് വളരെ നന്നായിട്ട് പഠിച്ചറിയാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ജീവിതം എന്നത് നിരന്തരമായ തെരഞ്ഞെടുപ്പുകളാണ്. നമ്മൾ റമദാനിൽ ഒരു തീരുമാനം എടുത്തത് നോക്കുന്നുണ്ടാകും. റമദാൻ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആൻ പഠിക്കും എന്നതായിരുന്നു നമ്മുടെ തീരുമാനം. റമദാൻ കഴിഞ്ഞപ്പോൾ നമുക്ക് അത് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞോ? ആലോചിച്ച് നോക്കൂ. അന്ന് റമദാനിൽ നമ്മുടെ പള്ളിയിൽ ഒരു ഇൻവിറ്റേഷൻ കാർഡ് വിതരണം ചെയ്തിരുന്നു. ഒരുപാട് കല്യാണ കത്തുകൾ നമുക്ക് റമദാനിൽ കിട്ടിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു ഇൻവിറ്റേഷൻ കാർഡ് നമ്മുടെ പള്ളിയിൽ കിട്ടിയിരുന്നു. അത് ഖുർആൻ പഠിക്കാൻ വേണ്ടിയുള്ള ക്ഷണമായിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും കല്യാണ കത്തുകൾ ഭദ്രമായി സൂക്ഷിച്ചു വെച്ച് കൃത്യമായിട്ട് കല്യാണത്തിന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ പള്ളിയിൽ വീണ്ടും ഖുർആൻ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. പുരുഷന്മാർക്കും വനിതകൾക്കുമായിട്ട് ആ ക്ലാസുകൾ പ്രയോജനപ്പെടുത്തുക എന്നത് നമ്മുടെ ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരിക്കും എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിൽ സ്വയം സമർപ്പിതരാകുവാൻ കൃത്യമായ നിലപാടുകളോടെ തെരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പഠിച്ചവനെ വിശുദ്ധ ഖുർആനിനെ ഫുർഖാനായി സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ വഴിയിൽ, നന്മയുടെ വഴിയിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകാനാവട്ടെ. ഭൗതികമായ പല വിഭവങ്ങളും പൈശാചികതയും നാനാഭാഗത്തു നിന്നും മാടി വിളിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പുകൾ പലപ്പോഴും പരാജയമായി മാറുന്നത്. നാഥ, പൈശാചിക ദുർബോധനങ്ങളിൽ നിന്ന്, കേവല ഭൗതികതയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്നുറപ്പെ. പഠിച്ചവനെ സ്വർഗം നിലപാടുകൾ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നുറപ്പെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്നത്. രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ, മാനസികമായി അസ്വസ്ഥതയുള്ളവർ, സാമ്പത്തികമായ ഞെരുക്കങ്ങളുള്ളവർ, പഠിച്ചവനെ എല്ലാ പരീക്ഷണങ്ങളും ഞങ്ങൾക്ക് ആശ്വാസമാക്കി മാറ്റണമെന്ന്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമെന്ന്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين